ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽ. ഇന്ന് നമ്മൾ ഗുലാബ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഖവ എടുത്തിട്ടുണ്ട്. ഈ ഖവ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് കോയ എന്നാണ് പറയുന്നത്. ഇത് 1/2 കിലോ ഖവയുണ്ട്. ഒരു 100 ഗ്രാമോളം പനീറുണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഗുലാബ് ജാമിനുള്ള ഇതുണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്. അപ്പം ഇന്ന് ഗുലാബ് ജാം ഉണ്ടാക്കുന്നത് രുദ്രാണിയാണ്. നാളെ കുറേ ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ 10:30 ഇനി ഗുലാബ് ജാം ഉണ്ടാക്കിയിട്ടേ കിടക്കുന്നുള്ളതെന്നാണ് രുദ്രാണി പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഏമിയുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ ഗുലാബ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം ഇത് രുദ്രാണി മിക്സ് ചെയ്യും. നമ്മൾ ഈ ഖവയിലേക്ക് ഈ പനീർ പൊടിച്ചിടുകയാണ്. നമ്മളൊരു ചെറിയ വാട്ടി മൈദ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത് നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടിയാണ് ഈ മൈദ ഇടുന്നത്. എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്തിട്ട് ഇത് കുഴച്ചെടുക്കും. നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ മൈദ ഇട്ടാണ് കൊടുക്കുന്നത്. ഇത് ബൈൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് മൈദ ഇടുന്നത്. നിങ്ങൾക്ക് എത്ര എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബൈൻഡിങ്ങിന് എത്ര വേണോ അത്രയും. നമ്മളുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു ഗുലാബ് ജാമിനുള്ളത്. ഇത് കുഴയ്ക്കുന്നതിലാണ് വളരെ ഇത് വേണ്ടത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത്ര ഇത് ബാക്കിയുണ്ട്. നമ്മളൊരു 1 കപ്പ് എടുത്തതിൽ ഒരു കാലോളം ബാക്കിയുണ്ട്. ബാക്കി 1/4 കപ്പ്, ചെറിയ കപ്പിനാണ് അത്രയും മൈദ വേണ്ടി വന്നു. അത് ഈ ബൈൻഡിങ്ങിന് എത്രയുണ്ടോ അങ്ങനെയാണ് വേണ്ടത്. ഈ പരുവത്തിൽ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ കുഴിഞ്ഞു വരും. ഈ പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തേക്കുന്നത്. നമ്മുടെ ഗുലാബ് ജാം ഉണ്ടാക്കുന്നതിന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഏമി ഇരിപ്പുണ്ട്. അവൾ താഴെ ഒന്ന് ഇത് സൂപ്പർവൈസ് ചെയ്യുകയാണ്. നമ്മൾ ഗുലാബ് ജാമിനുള്ള ഉരുളകൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈസുള്ള ഉരുളകളാണ് ഉണ്ടാക്കുന്നത്. സാധാരണ രുദ്രാണി വലിയ ഗുലാബ് ജാംസാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഒരു മീഡിയം സൈസുള്ള ഈ സൈസുള്ള ഉരുളയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മൾ ഗുലാബ് ജാമിൻ്റെ ഉരുളകൾ ഉരുട്ടിയെടുത്തു. നമ്മൾ 1/2 കിലോ ഖവായിൽ കോയായിൽ നമുക്ക് 60 ഗുലാബ് ജാമിൻ്റെയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ഒരു കടയിൽ. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയുടെ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളമാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് ഏലക്കായാണെങ്കിൽ ഒന്ന് നമ്മൾ ചതച്ചിട്ടു. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. कितना है? 2 वाटी ना ये टोटल कितना लिया था? 2 കിലോ. നമ്മൾ അതിലേക്ക് 1 കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളവും അതിനകത്ത് ഏലക്ക ചതച്ചിട്ടത് കൂടിയിട്ട് ഈ വെള്ളത്തിലിട്ട് നമ്മൾ പഞ്ചസാരയുടെ ലായനി ഉണ്ടാക്കുകയാണ്. നമ്മൾ പഞ്ചസാര വെള്ളം ഒന്ന് ശരിക്ക് ഇളക്കി കൊടുത്തു. പഞ്ചസാര നന്നായിട്ട് അലിയാൻ വേണ്ടി. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ ഗുലാബ് ജാംസിൻ്റെ ബോളുകൾ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് നമ്മൾ പനീർ ചേർക്കുന്ന കാരണം വളരെ സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാംസാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടേ ഇളക്കാവൂ. ഗ്യാസ് നമ്മൾ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. ഒന്നാമത് അതിന് നല്ല കളറ് വരണം. രണ്ടാമത് അകഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം.
അതുപോലൊരു ബ്രൗൺ കളർ വരെ വരണം. നമ്മുടെ ഗുലാബ് ജാം വറുത്ത് കോരിയെടുത്തു. ഈ ഒരു ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുന്ന വരെ വേണം. അതുപോലെ അകത്തെ ഗുലാബ് ജാം ശരിക്ക് വേവുകയും വേണം. അതിനു വേണ്ടിയാണ് ഗ്യാസ് കുറച്ച് വെക്കുന്നത്. നമ്മുടെ അടുത്ത ലോട്ട് ഇടുകയാണ്. നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ അടുത്ത ലോട്ടും ഗുലാബ് ജാമ് വറുത്ത് കോരി നെക്സ്റ്റ് ലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാര പാനി തിളയ്ക്കുകയാണ്. അത് ഒരു കപ്പിലെ വെള്ളത്തിലിട്ടാൽ അതൊരു ഡ്രോപ്പായിട്ട് വരണം. ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ആയിട്ട് അതൊരു പ്രത്യേകമായിട്ടൊരു ഇതായിട്ട് വരണം. അങ്ങനെ ആ പരുവം വരെയാണ് നമ്മൾ തിളപ്പിക്കുന്നത്. പക്ഷേ ആയിട്ടില്ല ഇതുവരെ. നമ്മുടെ പഞ്ചസാര പാനി ശരിയാകാത്ത കാരണം ഏമി അല്പ ടെൻഷനിലിരിക്കുകയാണ്. ശരിയാകും ഏമി. നമ്മുടെ പഞ്ചസാര പാനി തിളച്ച് വരുന്നുണ്ട്. ഇതുവരെ ഞാൻ ആ വെള്ളത്തിൽ ഇട്ടിട്ട് അത് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ പിന്നെയും തിളപ്പിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ഷുഗറാണ് ഇട്ടത്. നമുക്ക് ഷുഗർ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. ഞാൻ ഇത്തിരി ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഷുഗർ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊന്നുകൂടെ തിളച്ച് വരണം. നൂൽപ്പരുവൊന്നും ആകണ്ട. നമ്മുടെ പഞ്ചസാരയുടെ ലൈനി അത് നന്നായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത് സെപ്പറേറ്റായിട്ട് കിടക്കുന്ന പോലെ വരണം. അപ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച ഗുലാബ് ജാം ഇട്ട് വെക്കുകയാണ്. നമ്മൾ ഈ ഗുലാബ് ജാം വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടെ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് കൊടുത്തു. പഞ്ചസാരയുടെ ഒരു ബ്രൗൺ കളറായിരുന്നു വെള്ളം. ഇനി ഇതിലിട്ട് നമ്മളിത് സോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നാളെയാണ് രാവിലെ നമ്മളിത് എടുക്കത്തുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള ഗുലാബ് ജാമാണ്. രുദ്രാണി എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഈ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരും ഗുലാബ് ജാം ഉണ്ടാക്കി നോക്കണം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.